ICC ചാമ്പ്യൻസ് ട്രോഫി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെതിരെ ന്യൂസിലാൻഡ് ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്ത് 320 റൺസ് എടുത്തപ്പോൾ പാകിസ്ഥാൻ്റെ സ്കോർ 260 റൺസിൽ അവസാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എടുത്തു പറയേണ്ടത് ബാബർ അസമിൻ്റെ ഒരു ഇന്നിങ്സാണ്. പ്രത്യേകിച്ച് ബാബർ അസമിന് ഇന്നലെ ശുഭ്മാൻ ഗില്ല് ഏകദിനത്തിൽ 1ാം സ്ഥാനത്തേക്ക് റാങ്കിങ്ങിൽ വരുന്നു. ആ ദിവസം തന്നെ നടക്കുന്ന അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ നടക്കുന്ന ഒരു മത്സരത്തിൽ ഇത്രയും ഒരു പതുക്കെ ഒരു എന്താ പറയാ തുഴച്ചിൽ തന്നെ ആയിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അതെ അതെ, ഒരു ഇന്റൻഷനും, അതായത് ഇന്നിങ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ മുതൽ അവസാനം വരെ ഒരു ഇന്റൻഷനും അടിച്ചു കളിക്കാൻ ഇത്രയും വലിയൊരു സ്കോറാണ് ചേസ് ചെയ്യുന്നത് എന്നൊരു ബോധം പോലും ഇല്ലാത്തൊരു ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറയും. എന്തായിരുന്നു ഇന്നലെ ആ ഇന്നിങ്സിനെ കുറിച്ച്? ഇപ്പം സൈഫ് പറഞ്ഞത് തന്നെയാണ് ജയിക്കാനുള്ളത് പറഞ്ഞത്. ഇപ്പം നേരത്തെ ട്രോള് കണ്ട പോലെ തന്നെ ഫോളോവറിന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു പറയാൻ ടെസ്റ്റ് കളിച്ച് ഫോളോവറിന് ഒഴിവാക്കി ബാബർ ഔട്ടായി. ബാബറിനെ ഇവർ പാകിസ്ഥാൻ ആതിഥേയരായ രാജ്യമാണ്, ചാമ്പ്യൻസ് ട്രോഫിക്ക് മികച്ച തുടക്കം വേണം, എങ്കിലേ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ കടന്നു പോകാൻ പറ്റുമെന്നൊക്കെ അറിയാം. ന്യൂസിലാൻഡ് ശക്തമായ ടീമാണെന്നൊക്കെ അറിയാം. ടോസ് നഷ്ടപ്പെട്ട് മാറ്റി ചെയ്ത ന്യൂസിലാൻഡ് വലിയൊരു സ്കോർ ഉയർത്തുന്നു. തുടക്കത്തിൽ ആക്രമിച്ച് കളിക്കില്ലാതെ വേറെ ലക്ഷ്യമില്ല. ആദ്യത്തെ 2 വിക്കറ്റ് പോയി. ഏറ്റവും നാണക്കേടുന്ന റെക്കോർഡുകളാണ് പാകിസ്ഥാനത്തെ മത്സരം അവസാനിപ്പിച്ചത്. തോൽവി മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും പവർ പ്ലേയിലെ ഏറ്റവും ചെറിയ സ്കോറാണ് 22-2 എന്ന നിലയിലാണ്. അതെ അതെ, അത് മാത്രമല്ല സ്വന്തം നാട്ടിൽ ഏകദിനത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ്, പവർ പ്ലേ സ്കോറാണ് 22-2. ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ചെറിയ 3 സ്കോർ ഇപ്പോൾ പാകിസ്ഥാന്റെ പേരിലാണ്. അതുകൂടി പറയേണ്ടതുണ്ട്, പാക് ടീമിന്റെ പേരിലാണ്. നാണക്കേടിന്റെ റെക്കോർഡുമായിട്ടാണ് ബാബർ അസമും ടീമും. സ്വാനാണ് ക്യാപ്റ്റനെങ്കിലും ബാബർ അസമും ടീം തന്നെ. ബാബർ അസമാണല്ലോ പ്രധാന താരം. നമ്മൾ പറയുമ്പോൾ ഇവിടെ കോഹ്ലിനെ പറയുന്നത് തന്നെ ബാബർ അസമിനെയാണ് പറയുന്നത്. ഒരു സീനിയർ താരമെന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ താരമെന്നോ ഒരു അതിന്റെ യാതൊരു ഇതും ബാബർ അസമിന്റെ ബാറ്റിങ്ങിൽ ഇന്നലെ കണ്ടില്ല എന്നുള്ളതാണ് നിരാശപ്പെടുത്തിയ സാധനം. ടീമിന് ജയിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു ഇൻട്രസ്റ്റ് അല്ല. ഇപ്പോൾ പറഞ്ഞാൽ തന്നെ എങ്ങനെയും പിടിച്ച് കയറിപ്പോയിട്ട് മറ്റേ തൻ്റെ 1ാം സ്ഥാനം പിടിച്ചെടുക്കാനൊരു കളിയായിരുന്നു എന്നും സംശയിച്ചുമാണ്. ഇങ്ങനെ മുട്ടി നിൽക്കുകയല്ലാതെ എവിടുന്ന് അടിച്ച് റണ്ണ് ഉയർത്താനോ അല്ലെങ്കിൽ ടീമിന് ലാസ്റ്റ് ഇറങ്ങിയ താരത്തിന് മാത്രമാണ് ഒരു പരാജയത്തിന്റെ ഭാരം കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വയനാട് പാക് ടീമിന്റെ ഭാഗത്തുനിന്ന് അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു 3 വിക്കറ്റ് നഷ്ടമായിട്ട് ഒരു സ്റ്റഡി ആയ രീതിയിലേക്ക് എത്തി തുടങ്ങിയപ്പോൾ സമയത്താണ് സൽമാൻ അലി അടിച്ചു തുടങ്ങിയത്, സൽമാൻ ആഗ അടിച്ചു തുടങ്ങുന്നത്. അത് ആ ഒരു സമയത്ത് കമന്ററിയിലുള്ള ആളുകൾ അടക്കം പറയുന്നുണ്ടായിരുന്നു, അതെ ഒരു ഇന്റൻഷൻ കാണുന്നുണ്ട്, ഇപ്പോഴാണ് ഒരു കാണുന്നത് എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് പോലും അപ്പുറത്ത് സ്ട്രൈക്ക് കൈമാറാൻ പോലും ശ്രമിക്കാതെ മുട്ടിയിടുകയും തട്ടിയിടുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗില്ലെടുത്ത ആ റാങ്കിലേക്കുള്ള ഒരു വള്ളം തുഴയാനാണോ തുഴച്ചിലാണോ ബാബർ ശ്രമിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ 90 പന്തുകൾ നേരിട്ടിട്ടാണ് ഒരു 64 റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് 320 ചേസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ എടുത്ത് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ട്രോളുകളൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ന്യൂസിലാൻഡ് 325 ഡിക്ലെയർ ചെയ്തല്ലേ, എന്തായാലും പാകിസ്ഥാൻ ഫോളോ ഓൺ ഒഴിവാക്കി എന്ന തരത്തിലൊരു കമന്റ് കണ്ട്. പിന്നെ അതുപോലെ ബാബർ അസം ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ട്രോള്, ഇനി ആദ്യ ദിവസം ഇനി എത്ര ഓവറുകൾ ബാക്കിയുണ്ട് എന്ന രീതിയിൽ. അതെ അതെ, ഈ ഒരു രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യനെ പോലുള്ള ഒരു ടീമിനെതിരെ വരുന്ന സമയത്ത് ഇന്നിപ്പം നമുക്കറിയാം ഇന്ത്യ ബംഗ്ലാദേശും കളി നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരുടെ ആരുടെയും ശ്രദ്ധ അതിലേക്കല്ല പോകുന്നത്. ബംഗ്ലാദേശ് മികച്ച ടീമാണ്, പക്ഷേ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് 23 മത്സരത്തിലേക്കാണ് ഇന്ത്യയും പാകിസ്ഥാൻ ഏറ്റുവിടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ടീം വന്നിട്ട് ഇന്ത്യയോട് എന്ത് കളിക്കാനാണെന്നുള്ള സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ടീം സെറ്റാവാനുള്ള പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനത്തെ സെറ്റാവുന്ന ടീമൊന്നുമല്ലല്ലോ. പരമ്പര കളിച്ചിട്ടാണല്ലോ ന്യൂസിലാൻഡ് പാകിസ്ഥാനും വരുന്നത്. പരമ്പരയിൽ മൊത്തം അതൊക്കെ. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് 96 ശേഷമല്ലേ പാകിസ്ഥാൻ ലഭിക്കുന്നത്. അപ്പൊ അതിന് ആ ഒരു സീരിയസ്നെസ്സിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, അവിടെ സ്റ്റേഡിയങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല പറഞ്ഞിട്ട്. അത് യാതൊരു സാധാരണ മത്സരം നടക്കുന്ന നടക്കട്ടെ, ഒരു നാട്ടിലൊരു പ്രാദേശിക ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ നാട്ടുകാർ കമ്മിറ്റി ചേർന്നിട്ട് ആ സ്റ്റേഡിയം ഗ്രൗണ്ടൊന്നും വൃത്തിയാക്കും, ഗ്രൗണ്ടിലെ പുല്ലെങ്കും പറിക്കും, ഇതൊന്നും ഇല്ലാത്തപോലെ നിൽക്കുമായിരുന്നു. അതേ ഇതാണ് ഇന്നലെ ഇപ്പോൾ കളിക്കാറിയപ്പോൾ ഈ താരങ്ങൾ കാണിക്കുന്നത്. ന്യൂസിലാൻഡ് വന്ന് റണ്ണടിച്ച് കയറ്റി, നമ്മളൊന്ന് പറഞ്ഞ് മുട്ടിയിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 2 വിക്കറ്റ് ആദ്യം തന്നെ പോയി. വിക്കറ്റ് ഓപ്പണർ നഷ്ടപ്പെട്ടു, 1 റൺ നഷ്ടപ്പെട്ടു. അപ്പം ഒന്ന് മുട്ടി നിൽക്കുന്ന കുഴപ്പമില്ലാന്ന് കരുതാം. ചെറിയ റണ്ണായിരുന്നെങ്കിൽ ടീം ടോട്ടൽ ടാർഗറ്റ് ചെറുതായിരുന്നെങ്കിൽ. പക്ഷെ ഇത് 300 മുകളിൽ ടാർഗറ്റ് എടുക്കുമ്പോഴാണ് ഈ മുട്ടി തുഴഞ്ഞു നിൽക്കുന്നത്. തുഴഞ്ഞു വന്നിട്ട് 50 അടിച്ചു വ്യക്തിതായിട്ട് പറയാം. ആർക്കും കളിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, അതാണ് എടുത്തു പറയേണ്ടത്. മറുവശത്ത് ഹോം ഗ്രൗണ്ട് ആണ്. അവിടെ വന്നിട്ട് ന്യൂസിലാൻഡിലെ പിന്നെ എങ്ങും മറ്റേ ലാസ്റ്റ് ഇറങ്ങി നമുക്കറിയാം എല്ലാവരും അടിച്ച് തകർക്കുന്ന നമ്മൾ കണ്ടാണ്. അവിടെ വന്നിട്ട് ഈ തുഴഞ്ഞു കഴിഞ്ഞിട്ട് അതും പ്രധാന താരം തുഴഞ്ഞു നിൽക്കുന്നത്. ഫോമിലല്ലെങ്കിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് നേരത്തെ പോയില്ലെങ്കിൽ ഇത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണ് ബോൾ കളഞ്ഞത്.
പിന്നെ ബാക്കിയുള്ളവർക്ക് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ അവസരം മാത്രമേ ബാബർ ഇന്നലത്തെ തോൽവിയുടെ ഒരു ഉത്തരവാദിത്തം 90% ബാബറിന്റെ മുന്നിൽ തന്നെയാണ്. പിന്നെ ബൗളർമാരുടെ കാര്യം എടുത്ത് പറയണം. ഹാരിസ് റൌഫ് ഒക്കെ ഷൈൻ അഫ്രീദി ഒക്കെ ആ ഒരു രീതിയിൽ മോശം ബൗളിങ്ങിൽ നന്നായി റണ്ണ് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഇന്നിങ്സിൽ ഒരു ടോപ്പ് മൂവ്മെന്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് റിസ്വാന്റെ ഗ്ലെൻ ഫിലിപ്സ് എടുത്ത ക്യാച്ച്. ആ ഒരു ക്യാച്ച് എടുത്തു പറയാതെ ഈ കളീനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ആ ക്യാച്ച് എടുത്ത് അടുത്ത സെക്കൻഡിൽ അദ്ദേഹം എണീറ്റ് നിൽക്കുക ഒക്കെ ചെയ്യും. നമ്മൾ ആദ്യം അതെ ആ സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാവാത്ത അതെ അത്രയും ചെറിയ സമയത്തിനുള്ളിലാണ് ആ ക്യാച്ച് എടുത്തിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് അവരുടെ ഒരു ആദ്യ മത്സരം ഒരു മികച്ചൊരു തുടക്കം തന്നെ അവര് നേടിയിട്ടുണ്ട്. അതിലേക്കാണ് ന്യൂസിലാൻഡിലേക്കാണ്. ഗ്രൂപ്പിൽ ബംഗ്ലാദേശും പാകിസ്ഥാനെയും നമുക്കിപ്പോൾ ബംഗ്ലാദേശ് നമ്മൾ ഒരു താരതമ്യേന ദുർബലമായിട്ടാണ് വിലയിരുത്തുന്നത്. പാകിസ്ഥാനും ന്യൂസിലാൻഡും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടീം പറഞ്ഞത്. അതിലിപ്പോൾ പാകിസ്ഥാൻ്റെ ഈ പ്രകടനമാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഇന്ത്യക്ക് സൂപ്പറായിട്ട് അടിക്കാം. പക്ഷേ പിന്നെ ന്യൂസിലാൻഡിനെ മാത്രമേ നോക്കേണ്ടത്. ഇപ്പം വേറൊരു കാര്യം പറയുമ്പോൾ ഈ പാകിസ്ഥാൻ ഇനിയിപ്പം അടുത്ത ഘട്ടത്തിലേക്ക് എത്താൻ പറ്റും, സ്വന്തം നാട്ടിലൊക്കെ ടൂറിന് എത്താൻ പറ്റുമെന്ന സംശയമാണ്. അടുത്ത 2 മത്സരം ജയിച്ചാൽ തന്നെ ഇപ്പം നെറ്റ് റൺ റേറ്റ് ഒക്കെ നോക്കിയിട്ട് മറ്റു ടീമിനും റൺ റേറ്റ് നോക്കിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു വലിയൊരു അവസരമാണ് കളഞ്ഞു വിളിച്ചത്. ഇനിയിപ്പം ഇന്ത്യക്ക് ഇപ്പോൾ പറയുന്നത് തന്നെ ഇന്ത്യയിൽ നിന്ന് ജയിച്ച് നാളെ പാകിസ്ഥാനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു മത്സരം ജയിച്ചിട്ട് വേറെ കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയെ തോൽപ്പിക്കേണ്ടതിന് ബംഗ്ലാദേശിനും ഇന്ത്യയാണ് പാകിസ്ഥാൻ തോൽപ്പിക്കേണ്ടത്. അതിൽ ഇന്ത്യയുടെ വല്ല ഈ ഒരു പ്രകടനം വെച്ചിട്ട് ഇന്ത്യ ജയിക്കും. ഇന്ത്യ ബംഗ്ലാദേശോട് തന്നെ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഇത് വെച്ചിട്ട് ബാബർ അസം ഇപ്പോൾ പറഞ്ഞാൽ മുട്ടി വ്യക്തിഗത റൺ ഉയർത്താൻ വേണ്ടി പറ്റുമെങ്കിലും ടീമിന് കാര്യമായിട്ട് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ തീർച്ചയായിട്ടും. ഇപ്പം ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യനെ സംബന്ധിച്ച് ബംഗ്ലാദേശിനായിട്ടുള്ള ഒരു മത്സരവും പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിനേക്കാളും ഇനി ഒരു എല്ലാവരും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പോലും ഞാൻ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് ഒരു ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം കാണാൻ വേണ്ടിയിട്ട്. കാരണം ന്യൂസിലാൻഡ് ഒരു മികച്ച ഫോമിൽ നിൽക്കുന്ന ടീമാണ്, ഇന്ത്യ ഒരു മികച്ച ഫോമിൽ നിൽക്കുന്ന ടീമാണ്. ഇപ്പൊ ഇംഗ്ലണ്ടിനെ നമ്മൾ പരാജയപ്പെടുത്തി. ഒരുപാട് പ്രശ്നങ്ങൾ ടീമിനകത്തുണ്ട്. ഇപ്പോൾ സ്പിൻ ഹെവി ആയിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ അതിന് രോഹിത് ശർമ്മ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലുള്ളത് 2 സ്പിന്നർമാരും 3 ഓൾറൗണ്ടർമാരുമാണ് എന്നുള്ള രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അതായത് ഞങ്ങളുടെ ടീമിന് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് മറ്റുള്ള ടീമുകളെ കുറിച്ച് നിങ്ങളിത് പറയാത്തെന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രോഹിത് ശർമ്മ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ 2017 പരാജയപ്പെട്ടൊരു പരാജയത്തിന് ഒരു തിരിച്ചടി നൽകാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത, ഇങ്ങനെ ഒരു ഇന്റൻഷനും ഇല്ലാതെ കളിക്കുന്ന അതും സ്വന്തം നാട്ടിൽ ഇത്രയും, ഞാനൊക്കെ എടുത്ത് പറയേണ്ടത് ആ ഒരു ആരാധകരുടെ ഒരു ഇതാണ്. ഇപ്പൊ മത്സരം ഒരു പക്ഷെ വലിയൊരു അവസ്ഥയിലേക്ക്, ഇപ്പോൾ ബാബറിനെ കുറിച്ച് വരുന്ന ഒരു ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദിനത്തിൽ ടെസ്റ്റ് കളിക്കുന്ന പോലെ കളിച്ചു, റെക്കോർഡ് റൺ റേറ്റ് T20 പോലെ ഉയർത്തി എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു അവസാന സമയത്ത് ഒരു T20 മത്സരത്തിന്റെ ഒരു ഇതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു മത്സരമാണ്. ഇപ്പോൾ അവസാനത്തെ 120 പന്തുകളിൽ അങ്ങനത്തെ ഒരു 200-നടുത്ത് അല്ലെങ്കിൽ 200-ന് മുകളിലുള്ള ഒരു സ്കോർ ഒക്കെ ചേസ് ചെയ്യുന്ന T20 ഗെയിം പോലെ ആകുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലെ ആവേശത്തോടെ നിൽക്കുന്ന ഒരു ആരാധകരെ നോക്കി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മുട്ടി നിൽക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ഈ പറഞ്ഞ ജയിക്കാനുള്ള യാതൊരു ആഗ്രഹവും പ്രകടിപ്പിക്കുന്നില്ല. പിന്നെ കളിച്ച് വെറുതെ കളയാവുന്നല്ലോ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ വ്യക്തിത്വ നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്ന് വീണ്ടും പറയുന്നത് ആ പ്രകടനം കൊണ്ട് മാത്രമാണ് അങ്ങനെ ജയിക്കുന്നത്. ഈ പറഞ്ഞ ഇനിയിപ്പോൾ നമുക്ക് ന്യൂസിലാൻഡ് എന്ന് പറയാം, ഇന്ത്യക്ക് എത്ര എതിരാളികൾ ന്യൂസിലാൻഡ് തന്നെയാണ്. ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ തോൽപ്പിക്കും നമുക്ക് ഉറപ്പാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ ഒരു എതിരാളികളെ കാണേ വേണ്ട. ഈ ഒരു ഫോമിൽ പാകിസ്ഥാൻ വന്നാൽ ഇതിനേക്കാൾ നാണം കെട്ട തോൽവിയായിരിക്കും പാകിസ്ഥാൻ ഇന്ത്യയോട് ഏറ്റുവാങ്ങേണ്ടി വരിക. അത് സംശയമില്ല. കാരണം ഇന്ത്യയുടെ ബോളിംഗിൽ ഇപ്പം ബൂംറ ഇല്ലെങ്കിൽ കൂടി ഷമിയും അർഷ്ദീപും കൂടി അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഉറപ്പാണ്. നമ്മൾ പറഞ്ഞാൽ 2 സ്പിന്നർമാരാണ് പറയുന്നത്. പക്ഷേ 5 സ്പിന്നർ 4 കളിക്കാൻ എന്തായാലും 3 സ്പിന്നർ കളിക്കും. ജഡേജയും അക്ഷർ പട്ടേലും കുൽദീപും കളിക്കുമായിരിക്കും. ആ 3 സ്പിന്നർമാരും വരുമ്പോൾ തന്നെ ഈ ബാബറിനെയും റിസ്വാനെയും പോലുള്ള താരങ്ങൾക്ക് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുന്നുള്ള പ്രതീക്ഷിക്കുന്നത്. ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പം ഗില്ലും രോഹിത്തും ഓപ്പണിംഗ് ഇറങ്ങി, കോഹ്ലിയും ശ്രേയസും പിന്നാലെ വരുന്നു. രാഹുലും ഫോമിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫോമിൽ തന്നെ എന്തായാലും ഇന്ത്യൻ ടീം ഒരു മികച്ച ഫോമിൽ തന്നെയാണ്. എന്നാൽ പാകിസ്ഥാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത പോലെയുള്ള ടീമായിട്ട് ഇറങ്ങുന്നത് നമുക്ക് തോന്നില്ല. ഒരു ടീമില്ല, ഒരു സംഘം, ഒരു ചില ഗ്രൂപ്പുകൾ വന്നിട്ട് കളിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. ഒരു ടീമായിട്ട് കളിക്കാൻ, ടീമായി മാറേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ നാണം കെട്ട പുറത്താകലായിരിക്കും. ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുന്നത്. ആദ്യ റൗണ്ടിൽ പുറത്താകുന്ന മാത്രമല്ല, ഇതുപോലെ ഈ 60 റൺസിൽ ഇന്നലെ അതുപോലെ തന്നെ വലിയ തോൽവികൾക്കായിരിക്കും പാകിസ്ഥാൻ കാണാൻ പോകുന്നത്. അതെ, എന്തായാലും നമുക്ക് ടൂർണമെന്റ് മുന്നോട്ട് പോകുന്നതോറും എങ്ങനെയാണ് അവര് പെർഫോമൻസ് നോക്കാം. ഇപ്പൊ ഇന്ത്യക്കെതിരെയുള്ള കളിക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ലോകകപ്പിലെ ഓസ്ട്രേലിയ കപ്പടിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇതിനായിരുന്നു പരാജയപ്പെടാൻ തുടങ്ങിയത്. പക്ഷെ പാകിസ്ഥാന്റെ കാര്യത്തിൽ എനിക്ക് ആ പ്രതീക്ഷയില്ല. അതാണ് ഞാൻ പറയുന്നത്. ആ ടീം ഓസ്ട്രേലിയ ആയിരുന്നു. അത് തോൽവികൾ പറഞ്ഞാൽ ഇതുപോലെ പിന്നെ ആർക്കാനും വേണ്ടി കളിച്ച ഒരു ടീമല്ല. ഇതിവിടെ നേരെ തിരിച്ച് പാകിസ്ഥാനാണ്. ഇതിപ്പം കാണുന്നത് വലിയൊരു ടൂർണമെന്റിൽ എത്തുമ്പോൾ പാകിസ്ഥാൻ പണ്ടൊക്കെ മുട്ടിടിക്കുന്ന ഒരു അവസ്ഥ പറയാറുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ പോലും ആ ഒരു മുട്ടിടിക്കലുമായിട്ടൊന്ന് മുട്ടി നോക്കാൻ പോലും പറ്റുന്നില്ല. അത് മുട്ടിയിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അത് എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതുണ്ടാവും. അതെ, എന്തായാലും നമുക്ക് ഇനിയുള്ള മത്സരങ്ങളും കൂടി കണ്ടറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. തീർച്ചയായും.